അയ്യപ്പ ശരണം. എൻ്റെ അകത്തും നിൻ്റെ അകത്തും പരമ്പൊരുളാകുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ്. ആ സത്യത്തെ ദീപമായി കാണുമ്പോൾ ഉള്ളിൽ പ്രകാശമുണ്ടാകുന്നു. പ്രകാശം നമ്മെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ പ്രകാശത്തെ അറിയുവാനല്ലേ വർഷത്തിൽ മണ്ഡലകാലത്ത് വ്രതമെടുത്ത് ഭക്തർ മല ചവിട്ടുന്നത്, കൈലാസത്തിലേക്ക് യാത്ര പോകുന്നത്? തീർച്ചയായും എല്ലാ തീർത്ഥയാത്രകളിലും ഈ പ്രകൃതിഭാവമുണ്ട്, പ്രകാശമുണ്ട്. പ്രകാശത്തെ അറിയുമ്പോൾ നമ്മിലുണ്ടാകുന്ന ജ്ഞാനത്തെ മോക്ഷമെന്നോ അല്ലെങ്കിൽ തിരിച്ചറിവെന്നോ വിശേഷിപ്പിക്കാം. അങ്ങനെ വെളിപാടുണ്ടായവരുടെ ഒരു വലിയ തലമുറ നമുക്ക് മുന്നേ നടന്നു പോയിട്ടുണ്ട്. അവർ പറഞ്ഞു വെച്ചത്, അവർ നമുക്കായി പങ്കുവെച്ചത്, അത് മാത്രം മനസ്സിലാക്കിയാൽ മതിയാകും ഭാരതത്തെ അറിയുവാൻ. ഇത്തരം വിശ്വാസങ്ങളെ അറിയുവാൻ വേണ്ടിയിട്ടാണ് അമൃത TV പുതിയ പരമ്പര മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അയ്യപ്പ ശരണം എന്ന ഈ പരമ്പരയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമലയുടെ ശക്തിവിശ്വാസങ്ങളെയാണ്. എന്നാൽ അത്തരം ശക്തിവിശ്വാസങ്ങളെ യഥാർത്ഥമായ തലത്തിൽ മനസ്സിലാക്കുവാൻ പൊതുജനങ്ങൾക്ക്, ഭക്തർക്ക് പ്രേരണയാകുന്ന ഒരു ചർച്ചയാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതിൻ്റെ 2ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ആദ്യം തന്നെ തത്വമസി എന്ന പൊരുളിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ചോദ്യം കൗശിക്കിലേക്ക് എത്തുകയാണ്. ഈശ്വരനെ ഞാനെന്ന്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്, എന്നുള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്നറിയുന്നൊരവസ്ഥ. അപ്പോൾ അയ്യപ്പനായി വേഷം കെട്ടി പൊതുജനങ്ങൾക്ക് മുന്നിൽ അയ്യപ്പനായി അവതരിപ്പിച്ച് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ഭക്തരും അയ്യപ്പനെ കാണുന്നത് കൗശിക്കിൻ്റെ രൂപത്തിലേക്കായി മാറുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ എങ്ങനെയാണ് അറിഞ്ഞത്, എങ്ങനെയാണ് അനുഭവിച്ചത്? ത്വമേവാഹം, ഞാനാണ് ദൈവം എന്നൊരു സത്യം. ബട്ട് അയ്യപ്പൻ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും അങ്ങനത്തെ ഒരു ധാരണ ഇല്ലായിരുന്നു. ലൈക്ക് ജനങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഒരു ഭക്തിയായിട്ട് കണ്ടിട്ട് എല്ലാവരും കാല് തൊഴുമ്പോൾ ഐ വാസ് റിയലി ഷോക്ക്ഡ്. എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് അയ്യപ്പനോടുള്ള ഭക്തിയാണ്. അവർക്ക് അത്രത്തോളം അയ്യപ്പനായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ എന്നിലാണ് കാണുന്നത്. ലൈക്ക് എൻ്റെ രൂപം വന്നിട്ട് അവർക്ക് കാണാൻ സാധിച്ചിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അതൊരു അയ്യപ്പൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതിയത്. കാരണം ആദ്യമായിട്ട് അയ്യപ്പനായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അതുവരെ ശബരിമല പോയിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാ വർഷവും എൻ്റെ അമ്മാവൻ ശബരിമല പോവാറുണ്ട്. സോ എല്ലാ വർഷവും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭിക്ഷ, എല്ലാം അയ്യപ്പൻ്റെ പൂജ, ഭിക്ഷ എൻ്റെ വീട്ടിൽ നടക്കും. സോ എനിക്ക് മേ ബി ആ ഒരു ഡിവൈൻ ഇത് ഈ ഒരു അയ്യപ്പൻ്റെ വേഷത്തിൽ നിന്ന് കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശബരിമല പോയത്. എനിക്ക് എല്ലാ വർഷവും, അതായത് അയ്യപ്പൻ ചെയ്യുമ്പോൾ ശബരിമല പോവാണ്ട് അയ്യപ്പൻ്റെ ഒരു കണ്ണ് എനിക്ക് എപ്പോഴും സ്വപ്നത്തിൽ വരുമായിരുന്നു. ഇറ്റ് വാസ് എ ഡിവൈൻ എക്സ്പീരിയൻസ്. സോ ശബരിമല പോകുമ്പോൾ എനിക്ക് ഇത് തന്നെയാണ് എനിക്ക് വന്നത് എന്നൊരു അറിവ് അപ്പോഴാണ് ലഭിച്ചത്. അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ കഴിഞ്ഞിട്ട് ഏകദേശം കുറേ വർഷം ഡിവൈൻ റോൾസ് ആയിരുന്നു. ലൈക്ക് ശാസ്താവായിട്ട് അഭിനയിച്ചിരുന്നു, കൃഷ്ണനായിട്ട് അഭിനയിച്ചിരുന്നു, അങ്കിളിൻ്റെ സീരിയലിൽ തന്നെ. അങ്ങനെ കുറേ ഒരു ശ്രീരാമനായിട്ട് അഭിനയിച്ചിരുന്നു, ആദിശങ്കരനായിട്ട് തെലുങ്കിലെ ഒരു ഫിലിം ചെയ്തിരുന്നു. സോ മോസ്റ്റ്ലി ഐ വാസ് ഓൾവേസ് ഇൻ ടു ദ സ്പിരിച്വൽ പാത്ത്. സോ അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു കൂടുതൽ ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഓൾ ദ ഇയേഴ്സ്. ഒരു സ്പിരിച്വൽ പാത്ത് മേ ബി അത് അയ്യപ്പൻ തന്നെയാണ് ഒരുക്കി കൊടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു അയ്യപ്പനായി കണ്ട് വന്ന് കാല് തൊട്ട് വന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഭക്തർ. അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ വാസ് സന്തോഷമല്ല, ഒരു കൈൻഡ് ഓഫ് മൈൻഡിലായിരുന്നു. കാരണം ഞാനൊരു അമ്പലത്തിൽ എന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ച് ഇരുത്തിയിട്ടുണ്ട്. ഒരു മൂത്ത അമ്മ പെട്ടെന്ന് കാല് തൊഴുതിട്ട് കരയാൻ തുടങ്ങി. എൻ്റെ മകൻ മരിച്ചുപോയി, എന്തെങ്കിലും ചെയ്യ അയ്യപ്പ എന്ന്. സോ അവിടെ അവർ കാണുന്നത് കൗശിക് ബാബു അല്ല. ശരിക്കും കൗശിക് ബാബു ഒന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ തന്നെ കുറച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ദുഃഖം തോന്നി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ അയ്യപ്പനായിട്ട് പ്രാർത്ഥിച്ചു, അയ്യപ്പ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക ഇവർക്ക് എന്ന് പറഞ്ഞിട്ട്. സോ ഐ വാസ് ജസ്റ്റ് എ സോഴ്സ് ബിറ്റ്വീൻ എ ഭക്തൻ ആൻഡ് അയ്യപ്പ. സോ അത് ഞാനൊരു നിമിത്തമായത് ഇറ്റ് വാസ് അയ്യപ്പൻ്റെ ബ്ലെസ്സിങ് ആണ്. ശബരിമലയിലേക്ക് ആൾ കുറയുന്നു എന്ന് എല്ലാ വർഷവും വരുന്ന ഭക്തർക്ക്, അല്ലെങ്കിൽ സ്ഥിരമായി മാലയിട്ട് പോകുന്ന ഭക്തർ പോകാനൊന്ന് ശങ്കിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അത് ഈ പ്രതിഷേധത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അത് കൂടി പോകുന്നത് കൊണ്ടാണോ, അതോ ഈ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് സ്വയം ചെന്ന് വിടണ്ട എന്ന് പറയുന്ന മനുഷ്യൻ എപ്പോഴും, പ്രത്യേകിച്ച് മലയാളികൾ സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ടാണോ? സാർ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? നല്ല ഒരു ഉത്തരാണ് അസലൊരു ചോദ്യത്തിന്. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ,
പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേണ യോഗിന. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 100 ദിവസങ്ങളോളം എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുവോ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ അമൃത TV ടാർഗറ്റ് ചെയ്യുന്ന മാതിരി ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്സ്, എല്ലാ കാര്യം, കീർത്തനം എന്താണ്, വേദമന്ത്രം എന്താണ്, ഇതിഹാസമന്ത്രം എന്താണ്, പുരാണമന്ത്രം എന്താണ്, കർമ്മമന്ത്രം എന്താണ്, തന്ത്രിയുടെ റോൾ എന്താണ്, പൂജാരിയുടെ റോൾ എന്താണ്, എന്താണ് മൂലമന്ത്രം, എന്താണ് ധ്യാനമന്ത്രം. അദ്ദേഹം തമ്പി സാർ പറഞ്ഞ പോലെ ഈശ്വരൻ എന്താണ്, ഭഗവാൻ എന്താണ്, ദൈവം എന്താണ്, ഇത് 3 വേറെ വേറെയാണ്. ഇതിനെ ചേർത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവർക്ക് കുറേശ്ശെയായിട്ട് അറിവ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അറിവ് കൊടുത്തുകൊണ്ടേയിരുന്നാൽ അതൊരു കെട്ടിടത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന രീതിയിൽ ബ്രിക്സ് വിൽ ബി അവർ ആക്ടിവിറ്റി, സിമെൻറ്റ് വിൽ ബി അവർ നോളജ്. ഈ പ്രവൃത്തികളെല്ലാം കെട്ടിടത്തിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനും അതിനിടയ്ക്കിടുന്ന സിമെൻറ്റ് നോളജുമായിട്ട്. അതുകൊണ്ട് നല്ല ഒരു പരിപാടി കണ്ടിന്യൂസ്ലി അറിവ് കൊടുത്തുകൊണ്ടിരിക്കുക. അത് കുറയുമ്പോൾ നമ്മളത് സപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർമ്മവും ഈ ശബരിമല സംരക്ഷണ സമിതി അമ്മയും അതിൽ ചേർന്നിട്ടുണ്ട്, 2-3 ജഡ്ജിമാർ ചേർന്നിട്ടുണ്ട്, 4-5 സ്വാമിമാർ ചേർന്നിട്ടുണ്ട്, എല്ലാവർക്കും റോളുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മാതിരി അദ്ദേഹം നിയമപരമായ കാര്യം പറഞ്ഞു, അഭിനയത്തിൻ്റെ പറഞ്ഞു, ലക്ഷ്യം പറഞ്ഞു, പത്രമാധ്യമങ്ങളുടെ പറഞ്ഞു, എല്ലാവർക്കും ഓരോ റോളുണ്ട്. ചിലർ അറിവ് നേടി അറിവ് കൊടുക്കുന്ന റോള്, മറ്റുള്ളവർക്ക് കർമ്മനിരതരാവുന്ന പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാൽ. രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് പോകണം. അതുകൊണ്ട് ഭക്തന്മാരുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവുകൾ അതിനെ അപ്പം മാറ്റാൻ ഇതുമാതിരിയുള്ള കുറേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ചലഞ്ചിങ് അല്ലാത്ത വിധത്തിൽ ഇൻഫർമേഷൻ കൊടുത്ത് നോളജ് ആക്കിയിട്ട് വിസ്ഡം ആക്കിയിട്ട് എക്സ്പീരിയൻസ് ആക്കിയിട്ട് ലൈഫാക്കി മാറ്റുന്ന രീതിയിൽ സാധിക്കുകയാണെങ്കിൽ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനും പോകുന്നത്. നല്ലൊരു ചോദ്യം. അറിവ് നേടി പ്രവർത്തിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിനുള്ളൊരു പ്രധാന ഉത്തരവും അത് തന്നെയാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവ് ആർക്കാണോ ഉള്ളത്, ജ്ഞാനം ആർക്കാണോ ഉള്ളത്, അവരുടെ മനസ്സിൽ തീർച്ചയായും സംശയം ഉണ്ടാകും. അയ്യപ്പ ശരണം. അടുത്ത ചോദ്യം കൗശിക്കിനോടാണ്. കൗശിക്ക് മലയാളി അല്ലാത്ത ഒരു യുവാവാണ്. യുവാവെന്ന് പറയാൻ പ്രത്യേകിച്ച് കാര്യമുണ്ട്. കാരണം ചെറുപ്പക്കാരുടെ ഒരു കാഴ്ചപ്പാട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാഴ്ചപ്പാട് അറിയുമ്പോൾ, പ്രത്യേകിച്ച് മലയാളി അല്ലാത്ത ഒരാൾ ശബരിമലയുടെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്റ്റോപ്പ്. അത് തീർച്ചയായിട്ടും ഒരു തടസ്സവുമല്ല. കാരണം ഞാനിപ്പോൾ റീസെൻ്റ്ലി ശബരിമല പോയിട്ട് വന്നു. അപ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിച്ചു, ഏകദേശം മോർ ദൻ 50,000 തെലുഗു ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ഭക്തി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ അവിടെ കുറേ പേർക്ക് ഇവിടെ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി പ്രശ്നം അറിയില്ല, പക്ഷെ ഒരു പ്രശ്നം നടക്കുന്നറിയാം. ബട്ട് ദേ ഡിഡ് നോട്ട് സ്റ്റോപ്പ്. അവരുടെ ഭക്തി അവിടെ നിന്നിട്ടില്ല. അവർ വന്നു, പോലീസുകാർ കുറേ പേരെ അടിച്ചിട്ടുമുണ്ട്, പക്ഷെ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് സ്റ്റോപ്പിംഗ് ദം. കാരണം അവരുടെ ഭക്തി ഈസ് മോർ പവർഫുൾ ദെൻ എ പ്രോബ്ലം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഈ പ്രോബ്ലമിനെ നമ്മൾ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ട് എതിർക്കണം. എന്നിട്ട് വി ഹാവ് ടു സോൾവ് ദിസ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ അയ്യപ്പനോട് പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ക്ഷേത്രത്തിന്, അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രത്തിന് പ്രശ്നം വന്നപ്പോൾ ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവറി ഭക്തൻ ഓഫ് അയ്യപ്പ ടു സോൾവ് ഇറ്റ്. സോൾവ് എന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് അവിടെ എന്തോ ഒരു ഇത് ചെയ്യാനല്ല. വി ഹാവ് ടു സ്റ്റാൻഡ് ഫോർ ഇറ്റ്, ഫൈറ്റ് അഗെയിൻസ്റ്റ് ഹൂഎവർ ഇസ് സ്റ്റോപ്പിംഗ്. നമ്മുടെ ഒരു ഹിന്ദു ധർമ്മത്തിനെ ആരെ എതിർക്കാൻ വരുന്നോ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഭക്തി എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമ്മൾ കാണിക്കണം. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് റെസ്പോൺസിബിലിറ്റി ഓഫ് ഒരു മലയാളി എന്നൊരു നിലത്തിൽ മാത്രമല്ല, ഒരു ഹിന്ദു എന്നൊരു നിലത്തിൽ എവറി ഹിന്ദു ഷുഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് വാട്ട് എവർ പ്രോബ്ലം ഇസ് കമ്മിങ് ടു അവർ റിലിജൻ ഇസ് വാട്ട് ഐ തിങ്ക്. നമ്മൾ നിലകൊള്ളേണ്ടുന്ന ഒരു സത്യത്തിൻ്റെ പൊരുളിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ശക്തിയായി നമ്മൾ ദൈവത്തിന് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഭക്തിയിലേക്ക് ഉറച്ചു നിൽക്കുക എന്ന് അദ്ദേഹം പറയുമ്പോൾ അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് എമ്പാടും ഈ ബ്രിട്ടീഷ് കോളനികൾ സൃഷ്ടിച്ച ഒരു അങ്കലാപ്പുണ്ട്. അതത് നാടുകളിലെ നാട്ടാചാരങ്ങളെ, അവിടുത്തെ വൈവിധ്യമാർന്ന ഉപാസന രീതികളെ, ആരാധന രീതികളെല്ലാം വെട്ടി ഒതുക്കി അവരുടെ വൈദേശിക മതത്തെ എല്ലായിടത്തും സ്ഥാപിക്കുക. അതിനുവേണ്ടി വിദ്യാലയങ്ങൾ തുടങ്ങി, കലാലയങ്ങൾ തുടങ്ങി. ഇപ്പോൾ കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിൻ്റെ ആദ്യത്തെ പേര് ഹിന്ദു കോളേജ് എന്നായിരുന്നു. 1817 അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഹിന്ദു കോളേജ് എന്ന് പേരിടുമ്പോൾ പൊതുവിൽ ഹിന്ദുക്കളായ ആളുകളൊക്കെ അവിടെ ചേരും. ഉന്നത കുലജാതരും ധനശേഷിയുള്ളവരൊക്കെ ചേരും. ചേർന്ന് കഴിഞ്ഞിട്ട് അവൻ അവിടെ പഠിക്കുന്നത് നിൻ്റെ പൈതൃകം പറയത്തക്ക മികച്ചതല്ല എന്നാണ്. പേരിൽ അങ്ങനെ ഒരു കോളേജിന് പേരുണ്ടെങ്കിലും എന്ന് വെച്ചാൽ വൈദേശിക സംസ്കാരങ്ങളുടെയൊക്കെ ഒരു രീതി, വൈദേശിക മതങ്ങളുടെ രീതി ലോക്കൽ ട്രഡീഷൻസ് ഇല്ലാതാവണമെന്നതാണ്. ഭാരതമെന്ന് പറഞ്ഞാൽ ലോക്കൽ ട്രഡീഷൻസിൻ്റെ ഈറ്റില്ലമാണ്. നിറയെ എവിടെ ആന്ധ്രയിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലുള്ള ആരാധന, കർണാടകത്തിൽ വേറെ, തമിഴ്നാട്ടിൽ വേറെ, കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരാധന രീതികൾ. രാജരാജേശ്വരനെ പോലെയല്ല അയ്യപ്പനെ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാം ഒരു ഈശ്വരനാണെങ്കിലും ദേവത എന്ന് പറയുന്നത് ഈശ്വരൻ്റെ വ്യക്തിഭാവമാണ്. ഈശ്വരന് വ്യക്തിഭാവം കൊടുക്കുമ്പോൾ വ്യക്തിത്വത്തിന് ഇഷ്ടവും അനിഷ്ടവും ഉണ്ട്. ദേവതയുടെ ഇഷ്ടവും അനിഷ്ടവും അറിയാൻ വേണ്ടിയാണ് ദേവപ്രശ്നം. അത് നമ്മുടെ പരമ്പരാഗതമായ ഡിവൈനേഷനാണ്. ഇതൊന്നും വെരിഫൈബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി തള്ളുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മതത്തിൻ്റെയും ദൈവവും വെരിഫൈബിൾ അല്ല. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ, ഇസ്ലാമിൻ്റെ ഏത് മതത്തിൻ്റെ എടുത്തോളൂ, ഈ ദൈവം എന്നൊരു കോൺസെപ്റ്റ് വെരിഫൈബിൾ അല്ല. ഹെവൻ വെരിഫൈബിൾ അല്ല. ആരും സ്വർഗത്തിൽ മരിച്ച ശേഷം പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ നരകത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് കണ്ടു എന്ന് പറയുന്നില്ല. അപ്പോൾ വെരിഫൈബിൾ അല്ലാത്തതാണ് അതും. അപ്പം ഇങ്ങനെ നോൺ വെരിഫൈബിൾ ആയിട്ടുള്ള ചില വിശ്വാസങ്ങൾ നമ്മുടെ ട്രഡീഷനിലുണ്ട്. പക്ഷേ പൊതുവേ ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു ശക്തി എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്ഷേത്ര ചൈതന്യവും ഭക്തൻ അനുഭവിക്കത്തക്കതാണ് ഈ ജന്മത്തിൽ. ഇവിടെ മരിച്ച ശേഷമുള്ള ഒരു പോസ്റ്റുമസ് പ്രോമിസ് അല്ല ഹിന്ദുവിൻ്റെ റിലിജൻ. നമ്മെ സംബന്ധിച്ച് റിലിജൻ എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, ഇഫ് ദർ ഇസ് എ ഗോഡ് വി മസ്റ്റ് റിയലൈസ് ഹിം, ഇഫ് ദർ ഇസ് എ സോൾ വി മസ്റ്റ് റിയലൈസ് ഇറ്റ്, അതർവൈസ് ഇറ്റ് ഇസ് ബെറ്റർ നോട്ട് ടു ബിലീവ്. ഈശ്വരൻ ഉണ്ടെങ്കിൽ അവനെ ഇവിടെ സാക്ഷാത്കരിക്കണം, ആത്മാവുണ്ടെങ്കിൽ ഇവിടെ സാക്ഷാത്കരിക്കണം. മരിച്ച ശേഷമുള്ള ഒരു പ്രോമിസ് അല്ല നമ്മെ സംബന്ധിച്ച് മതം എന്ന് പറയുന്നത്. ആനന്ദം മരിച്ച ശേഷമല്ല, ആനന്ദം ഇവിടെ തന്നെയാണ്. ആനന്ദം ബ്രഹ്മേതി വിജ്ഞാനം. ഇപ്പോൾ ഇതിലേക്കൊക്കെ ഉള്ളൊരു ചവിട്ടുപടിയായിട്ടാണ് ക്ഷേത്രത്തെ ഉപയോഗിക്കുന്നത്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ വിഗ്രഹത്തിലെ ദേവതയുമായി നമുക്കൊരു വൈകാരികമായ അടുപ്പം വരികയാണ്. അത് നമ്മുടെ ഏകാഗ്രതയ്ക്ക് സഹായിക്കും. ഇപ്പോൾ ഒരു അച്ഛനെ പോലെ, അമ്മയെപ്പോലെ, സഹോദരനെ പോലെയൊക്കെ നമുക്ക് ഈശ്വരനെ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതസംവിധാനങ്ങൾ നിലനിൽക്കരുത്. എല്ലാം ഏകശിലാകൃതമായ മോണോലിത്തിക് ആയ ഒരു വേൾഡ് വ്യൂ ആണ്, യൂണിറ്റേറിയൻ കാഴ്ചപ്പാടാണ് വൈദേശിക മിഷണറിമാർക്കുണ്ടായിരുന്നത്. അവർ കൊണ്ടു നടന്നിരുന്ന ഭരണ സംവിധാനങ്ങൾക്കുണ്ടായിരുന്നത്. അവർ സ്ഥാപിച്ച 1774 ആദ്യമായി ഇന്ത്യയിൽ ഒരു കോടതി സ്ഥാപിക്കപ്പെടുന്നത്, ഔപചാരിക കോടതി, സുപ്രീം കോടതി. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സംഭാവനയായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാടുകൾ യൂണിറ്റേറിയനാണ്. യൂറോപ്യൻ സദാചാരത്തോട് ഒത്തുവെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും ചെത്തിയൊരുക്കുക. അപ്പോൾ കറുപ്പും എടുത്തു പോവുകയും ശരണം വിളിക്കുകയും വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതൊക്കെ അവർ കാണുമ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു പേഗൻ കൾച്ചറാണ്. ഈ കൾച്ചറിനെ നശിപ്പിച്ചിട്ട് അവരുടെ ആ യൂറോപ്യൻ സദാചാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലനിർത്തുക. ഇതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം. ഇത്രയും വലുതായിട്ട് നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാണ്? ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിലാണ് നമ്മളിത് വായിക്കുന്നത്, ഇന്ത്യയിൽ നടക്കുന്നൊരു സംഭവത്തെ. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഹിന്ദു നാമധാരികളായിട്ടുള്ള അനേകം പേർ ഇപ്പോഴും ഉള്ളിൽ യൂറോപ്പിനെ കൊണ്ടു നടക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൻ്റെ സദാചാര മൂല്യങ്ങളാണ് ശരിയെന്ന് ധരിക്കുന്നവരാണ്. അവരും യഥാർത്ഥ ഹിന്ദുക്കളും യഥാർത്ഥ ഇന്ത്യക്കാരും തമ്മിലുള്ളൊരു ഫൈറ്റാണ്. ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റാണ് ബേസിക്കലി. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് മോചനമുള്ളൂ. അതുകൊണ്ട് ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണ്. ആശയപ്രചരണം വേണം. ഒരു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലോ മുഗൾ ഭരണത്തിന് കീഴിലോ ഇരിക്കുന്ന പ്രതീതിയാണ് ഇന്ന് ജനങ്ങൾക്കുള്ളത്. അത് മാറ്റിയെടുക്കണമെങ്കിൽ അവരിൽ വിശ്വാസം ജനിപ്പിക്കണം, അതിൻ്റെ ശാസ്ത്രീയത എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം, പ്രമാണം പഠിപ്പിക്കണം. അതുമാത്രം പോരാ, സാർ നേരത്തെ പറഞ്ഞ പോലെ ശക്തിയുക്തം എതിർക്കാൻ വേണ്ടി ജനങ്ങൾ മുന്നോട്ട് വരികയും വേണം. അല്ലാത്ത സംസ്കാരങ്ങളെല്ലാം പറിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. ഇവർ വിചാരിച്ചിട്ട് പറിച്ചെറിയാൻ കഴിയാത്ത ഒരേ ഒരു സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്. അതും കൂടി പറിച്ചെറിഞ്ഞ് കളയാമെന്നൊരു വ്യാമോഹം മാത്രമാണിത്. എങ്ങനെയൊക്കെ നോക്കിയാലും ഭക്തന്മാർ സംഘടിക്കും. കാരണം അയ്യപ്പൻ നേരത്തെ ശംഖുവക്കീൽ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ അന്തരാത്മാവിലെ വികാരമാണ് ഓരോ ദേവതയും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 3B എടുത്ത് കളയുമ്പോൾ അത് കേവലം ശബരിമലയ്ക്കല്ല, കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലും ഏത് രീതിയിലും ബൂട്ട്സിട്ട് കയറുന്ന പോലീസുകാരന് മാറ്റാവുന്ന രീതിയിലേക്ക് ഹിന്ദുവിൻ്റെ വിശ്വാസം വരികയാണ്. ഇത് ചെറുക്കപ്പെടേണ്ടതാണ് ആശയപരമായിട്ടും അല്ലാതെയും. എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തെ ശ്രമിച്ചുകൊണ്ട് തന്നെ വീണ്ടും വിജിത്ത് സാറിലേക്ക് വരികയാണ്. സാർ നേരത്തെ അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ കേരളത്തെ പരശുരാമൻ പുനഃസൃഷ്ടിച്ചപ്പോൾ എന്നെടുത്ത് പറയുണ്ടായി. അപ്പോൾ ഈ പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ട അയ്യപ്പശരണം എന്ന പരമ്പരയിൽ ഈ പരശുരാമൻ്റെ പുനഃസൃഷ്ടി, കേരളത്തിൻ്റെ പുനഃസൃഷ്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണോ ആരംഭിക്കുന്നത്? പുനഃസൃഷ്ടിച്ചു എന്ന് പറയുന്നത് വ്യക്തമാണ്. അതിന് അടിവരയിട്ട് തന്നെ ഞാൻ പറയുന്നു. അത് ആ സീരിയലിലൂടെ ഞാൻ വ്യക്തമാക്കും. ഭഗവാൻ അനുഗ്രഹിച്ച. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്നതും ഭക്തി. അപ്പം ഗോരക്ഷ് സാർ പറയുന്നത് ഭക്തിയാണ്. ഭക്തി കൊണ്ടാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ഭക്തി ഇല്ലെങ്കിൽ അത് വിശ്വാസമില്ല. നമുക്ക് അയ്യപ്പനോട് ഭക്തി ഇല്ലെങ്കിൽ അയ്യപ്പനിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ
നമ്മളെ ശബരിമല ക്ഷേത്രത്തിൽ നമ്മുടെ ഭക്തി കൊണ്ട് പോകുമ്പോൾ നമ്മൾ അവിടെ ഭഗവാനെ വിശ്വസിച്ചിട്ട് ആ ഭക്തിയിലാണ് പോകുന്നത്. ഇപ്പം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തത്വമസിയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഒന്നുമില്ല. അവിടെ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഈ 10 വയസ്സിനും 50-നും ഇടയ്ക്കുള്ള യുവതികൾ എന്ന് പറയുന്ന അല്ലാതെ മറ്റു ഒരു റെസ്ട്രിക്ഷനും ശബരിമലയിലില്ല. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഈ സീസണിൽ 2 പ്രാവശ്യം ശബരിമലയിൽ പോയി. ഒന്ന്, ഞാൻ എല്ലാ പ്രാവശ്യവും പോകുന്ന പോലെ ഞാൻ വൃശ്ചിക 1-ാം തീയതി പോയി ദർശനത്തിന് 40 ദിവസം വ്രതം എടുത്തിട്ട് പോയി ദർശനം കഴിഞ്ഞ് വന്നു. പിന്നെ ഈ പരമ്പരയുടെ ഈ ആരംഭം അവിടെയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ 18-ാം പടി കയറിയില്ല. എങ്കിലും ഞാൻ പരമ്പര എനിക്ക് എന്നോട് സംവിധാനം ചെയ്യാൻ പറഞ്ഞ് അന്നോട്ട് ഞാൻ വ്രതം എടുത്തു. അവിടെ ഭഗവാൻ അയ്യപ്പനാണ്, പൂജ ചെയ്യുന്ന പൂജാരി അയ്യപ്പനാണ്, തൊഴാൻ പോകുന്ന ഭക്തൻ അയ്യപ്പനാണ്, അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരനും അയ്യപ്പനാണ്. അവിടെ നമ്മൾ അയ്യപ്പ എന്നാണ് വിളിക്കുന്നത്. പോലീസുകാരനെ വിളിക്കുന്ന അയ്യപ്പനാണ്, പോലീസുകാരൻ ഭക്തനെ വിളിക്കുന്നത് അയ്യപ്പനാണ്. പക്ഷെ ഇപ്പം ഞാൻ പോയപ്പോൾ കണ്ടത് അങ്ങനെയുള്ള പോലീസുകാരെ അല്ല അവിടെ കണ്ടത്. കാര്യം പലപ്പോഴും നമ്മൾ ശബരിമല പോകുമ്പോൾ കാണുന്നത് രാവിലെ ആദ്യം നട തുറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ തിരക്ക് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വലിയ ആൾക്കാരുണ്ടാവില്ല. ആ സമയത്ത് ഈ പോലീസുകാരെല്ലാം വന്ന് ദർശനം നടത്തി അവർ കുറി അണിഞ്ഞ് ആണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പോലീസുകാരാണ് ഇപ്പോൾ അവിടെ കാണാൻ പറ്റിയത്. ഇപ്പോൾ തന്നെ ഇപ്പം റീസെൻ്റായിട്ടൊരു ന്യൂസ് വായിച്ചു. അതായത് ശബരിമലയിൽ നിന്നും മലയപ്പുറത്തേക്ക് പോകുന്ന വഴിയിൽ ബൂട്ടിട്ട് പോലീസുകാർ കയറിയത്. അപ്പോൾ അങ്ങനൊരു ബൂട്ടിട്ട് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ എത്ര ഇനിയും അറിവില്ല, നമുക്ക് എത്ര വേറെ ചിന്തയിൽ പോയാലും നമ്മൾ ചെരുപ്പിട്ട് ഒരിക്കലും ക്ഷേത്രത്തിനകത്ത് കാലി വയ്ക്കില്ല. കാര്യം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ഭക്തിയാണ് അവിടെ. നമുക്ക് പറ്റില്ല. വേറെ 100 ചിന്തയിൽ പോയാലും ചെരുപ്പിട്ടുണ്ട് ഒരാൾ അത് ചവിട്ടില്ല, ചെരുപ്പ് ഊരി വെച്ചിട്ട് ചവിട്ടും. അപ്പോൾ ഒരു പോലീസുകാരൻ ബൂട്ടിട്ട് അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അയാൾ ഭക്തനല്ല, അയാൾ അയ്യപ്പ വിശ്വാസിയല്ല. അങ്ങനെ വിശ്വാസിയല്ലാത്ത ഒരാൾ, ഈ ജാതിയിൽ പ്രശ്നമല്ല, ഏത് ജാതിക്കാരനോട് പോകാം, തത്വമസിയാണ് അവിടെ. പക്ഷേ പോകുന്ന ആൾ വിശ്വാസിയായിരിക്കണം. ഇത്തവണ ഈ പോലീസുകാർ ഭക്തർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭക്തരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഭക്തരെ പിടിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ അത് ആ അയ്യപ്പനിൽ വിശ്വാസമുള്ളൊരു പോലീസുകാരനത് ചെയ്യില്ല. അപ്പോൾ തിരഞ്ഞു പിടിച്ച് അവിശ്വാസികളായ പോലീസുകാരെ കൊണ്ടുപോയി വിശ്വാസികൾക്കെതിരെ നടത്തുന്ന അക്രമമാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുത്തേ പറ്റൂ, ശക്തിയുക്ത എതിർത്തേ പറ്റൂ. സാർ പറഞ്ഞ തത്വമസി പൊരുൾ, അതിലേക്ക് നമുക്ക് വരാം. തത്വമസി പൊരുൾ എന്ന് പറയുന്നത് ശബരിമലയുടെ മാത്രം ഒരു പ്രധാന സന്ദേശമാണ്. പക്ഷേ ഭാരതീയമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ സംഹിതകളും പറഞ്ഞു വെക്കുന്നത്, ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് തത്വമസി എന്നാണ്. പക്ഷെ അത് എടുത്തു പറയപ്പെട്ടത് ശബരിമലയിലാണ്. അയ്യപ്പ ശരണം. തത്വമസി പൊരുൾ എന്ന് പറയുന്നത് ശബരിമലയുടെ മാത്രം ഒരു പ്രധാന സന്ദേശമാണ്. പക്ഷേ ഭാരതീയമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ സംഹിതകളും പറഞ്ഞു വെക്കുന്നത്, ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് തത്വമസി എന്നാണ്. പക്ഷെ അത് എടുത്തു പറയപ്പെട്ടത് ശബരിമലയിലാണ്. അപ്പോൾ തത്വമസി എന്ന ആ ഒരു സത്യത്തിന് ഇപ്പോൾ വിജിത്തമ്പി സാർ അദ്ദേഹത്തിൻ്റെതായ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് തത്വമസി? യഥാർത്ഥത്തിൽ ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം. ഋഗ്വേദത്തിൻ്റെ ഉപനിഷത്താണ് ഐതരയോപനിഷത്ത്. അതിൽ നൽകിയിരിക്കുന്നതാണ് പ്രജ്ഞാനം ബ്രഹ്മ. മഹാവാക്യങ്ങളിൽ അൾട്രാ മോഡേൺ ബയോകെമിസ്ട്രിയും അൾട്രാ മോഡേൺ കെമിസ്ട്രിയും ഫിസിക്സും വരുന്നതാണ്. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് പ്രസൻറ്റ് ഇൻ ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്. ദ ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. ഇത് നാസായിലൊരു സയൻറ്റിസ്റ്റ് എഴുതിയതാണ്. പ്രജ്ഞാനം ബ്രഹ്മ, അത് ഋഗ്വേദത്തിൻ്റെ സംക്ഷിപ്താണ്. പിന്നെ അത് ഐതരയോപനിഷത്ത്. ബൃഹദാരണ്യകോപനിഷത്ത് യജുർവേദത്തിൻ്റെ അഹം ബ്രഹ്മാസ്മി, ഐ ആം ദി മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഈ ശരീരത്തിൽ ഒരു മിനിറ്റിൽ 60,000 കിലോമീറ്റർ ദൂരം രക്തം പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കപ്പാസിറ്റി അല്ല, ഇതിനകത്തുള്ളതാണ്. അതുപോലെ തത് ബ്രഹ്മാത്വമസി തത്വമസി ചാന്തോക്യോപനിഷത്ത് സാമവേദത്തിൻ്റെ. യു ആർ ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. തത്വമസി ശ്വേതകേതു എന്നൊരു വാക്കുകൂടിയുണ്ട്, അത് മാറ്റി മഹാവാക്യത്തിൽ 3 തത്വമസി. പിന്നെ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ, ജനിച്ച് നിലനിന്ന് മരിക്കുന്നത് അതിനകത്തുള്ളൊരു ചൈതന്യം ഉള്ളതുകൊണ്ടാണ്. അതിനെ നമ്മൾ അയം ആത്മാ ബ്രഹ്മ പറയും. ഈ തത്വമസി എന്ന് അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ, ഒരിക്കൽ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അണ്ടബീജത്തിൽ നിന്ന് ഞങ്ങൾ 5 പേര് വന്നാൽ സഹോദരന്മാരാണ് ഫിസിക്കലി. 5ലും ഒരേ ആത്മാവാണെങ്കിൽ അത് അതിനേക്കാളും വലുതാണ്.
അതാ നമ്മൾ പ്രാർത്ഥിച്ചത്, ലോകാ സമസ്ത അതാ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നത്, ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. നമ്മൾ ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അതിന് കാരണം ഈ തത്വമസ്യാണ്. സാർ പറഞ്ഞതുപോലെ ശക്തിയുക്തം തെറ്റുകളെ എതിർക്കുക, ശക്തിയുക്തം ഭക്തിയെ പുനഃസ്ഥാപിക്കുക. ഭക്തിയെ പുനഃസ്ഥാപിക്കൽ അത്ര എളുപ്പമാണോ ഇപ്പോൾ? ഭജ് സേവായ എന്നാണ്, അതായത് സേവാഭാവമാണ് ഭക്തി. ഇപ്പോൾ ചിന്മയാനന്ദ സ്വാമികളാണ്, മഹാനായ ഗീതാ പ്രവാചകനായ ചിന്മയാനന്ദ സ്വാമികളാണ് തത്വമസി എന്നൊരു ബോർഡ് അവിടെ വെക്കണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അതിനുമുമ്പ് തത്വമസി എന്നൊരു മഹാവാക്യമായിട്ട് കൂട്ടിയിണക്കിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഔദ്ധത്യത്തിന് കൊടുക്കുന്ന മരുന്നാണ് തത്വമസി. സാമവേദാന്തർഗതമായിട്ടുള്ള ഛാന്തോഗ്യോപനിഷത്തിൻ്റെ ഈ ഭാഗം 6-ാം വല്ലിയിലാണ് തത്വമസി ഉപദേശവാക്യം വരണത്. ഭക്തിയെ സ്ഥാപിക്കാറുണ്ട്, ഔദ്ധത്യം പോക്കുക എന്ന് കരുതിയാൽ മതി. ഔദ്ധത്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അഹന്ത. ഞാൻ ഭരിക്കണു, എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും, പോലീസുകാർ ബൂട്ടിട്ട് കയറട്ടെ, ഭക്തന്മാരെ അടിക്കട്ടെ, കോടതി വിധി നടപ്പാക്കുകയാണെന്നൊക്കെ ഒരിടത്ത് മറ്റൊരു രീതിയിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾ വേറെ രീതിയിൽ നടപ്പാക്കുക. ഈ ഔദ്ധത്യത്തെ പറ്റിയാണ് പറയുന്നത്. അറിവിൻ്റെ പൂർണ്ണതയാണ് തത്വമസി എന്ന മഹാവാക്യം വിരൽ ചൂണ്ടുന്നത്. ആ അറിവ് നീ തന്നെ. ഏതൊന്നറിഞ്ഞാൽ മറ്റൊന്നും അറിയേണ്ടതല്ലയോ, ഏതൊന്ന് കേട്ടാൽ എല്ലാം കേട്ടതായി വരുമോ, ആ അറിവ് നീ തന്നെയാകുന്നു, നിൻ്റെ സത്തയാണത് എന്ന് പല ഉപദേശങ്ങളിലൂടെ, അതായത് ഉദാഹരണങ്ങളുടെ ഉപനിഷത്തുക്കളിൽ ഉദാഹരണങ്ങൾ പറയണത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യണ പോലെയാണ്. എക്സാമ്പിൾസ് പറയണത്, അതായത് പറയുന്നുണ്ട് വികാരോ നാമധേയം മൃത്യുകേത്തിയേവ സത്യം. മണ്ണുകൊണ്ടൊരു ആനയുണ്ടാക്കി ആന എന്ന് വിളിച്ചു, മണ്ണുകൊണ്ടൊരു വിളക്കുണ്ടാക്കി വിളക്കെന്ന് വിളിച്ചു, മണ്ണുകൊണ്ടൊരു കുതിരയുണ്ടാക്കി കുതിര എന്ന് വിളിച്ചു. പേര് വ്യത്യാസമാണ്, വികാരോ നാമധേയം, പേരുകളെല്ലാം വ്യത്യാസമാണ്, പക്ഷേ അടിസ്ഥാന വസ്തു എന്താണ്? മണ്ണാണ്. ഇതുപോലെ രാമനും കൃഷ്ണനും മുഹമ്മദും ജോണും ഒക്കെ ശബരിമല വരുമ്പോൾ അവനെല്ലാം സത്തയിൽ പഞ്ചഭൂതങ്ങൾക്ക് അധീശനായിരിക്കുന്ന അയ്യപ്പൻ എന്ന ആത്മസ്വരൂപൻ തന്നെയാണെന്നാണ് ശബരിമലയിൽ അത് ചേർത്ത് വായിക്കുന്നത്.